ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രൈഡേ മോർണിംഗ് ആയി കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ളത് നമ്മൾ കാണാൻ പോകുന്ന ഒരു വാട്ടർഫോളും ഒരു കേവും. അപ്പം വിശേഷങ്ങളുമായി കാണാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഗിൽ വാട്ടർഫോളിലോട്ടുള്ള യാത്രയിലാണ്. കുറച്ച് സമയം കൂടി ഉള്ളൂ അവിടെ എത്താൻ. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ വണ്ടി സൈഡിലാണ് പാർക്ക് ചെയ്തത്. കുറച്ച് നടക്കാനുണ്ട് ഉള്ളിലോട്ട്. അപ്പോൾ പോയി നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇവിടെ വെച്ച് ഞങ്ങളുടെ പീടുവിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. എനിക്കിത് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ സൈഡിൽ തന്നെ ഒരു ചെറിയ വാട്ടർഫോൾ കണ്ടു. അതിൻ്റെ ബാക്കിയായിട്ടാണ് മുകളിൽ വേറെ വലിയ വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി അധികം ദൂരം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നു. അവിടെയുള്ള വ്യൂ മാത്രമല്ല, മുകളിലോട്ട് പിന്നെയും കയറിപ്പോയി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു. പെടുകൂടൊക്കെ ഗൈസ്, അടിപൊളി വ്യൂ. നമ്മളിത് പോകുമ്പോഴേക്കും വാട്ടർഫോൾ കാണുവാ. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചെങ്കിലും വാട്ടർഫോൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ പിന്നെയും മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലൊന്നും ആരെയും കണ്ടിട്ടില്ല, ഒരു മനുഷ്യരെ പോലും കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ നല്ല വാട്ടർഫോൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴേ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ലവ് ലോക്കറ്റൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ നല്ല ഭംഗിയായി. അങ്ങനെ ഞങ്ങൾ ആ വാട്ടർഫോൾ എൻജോയ് ചെയ്തിട്ട് നിന്നു. പക്ഷേ ഞങ്ങളുടെ 2 ചെറുക്കന്മാർ പിന്നെയും മുകളിലോട്ട് കയറിപ്പോയി. വേറെ എന്തോ പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് നടക്കാൻ വയ്യാത്തത് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അത്രയ്ക്ക് ഞങ്ങൾ ക്ഷീണിച്ച് പോയായിരുന്നു. അവർ മേളിൽ ചെന്നപ്പോൾ എടുത്തിട്ട് വ്യൂ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മിസ്സാക്കിയെന്ന്. അപ്പോൾ നമ്മുടെ വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കത്തീഡ്രൽ കേവിലോട്ടാണ്. അപ്പം ഭയങ്കര നാരോ റോഡാണ്. നമുക്കറിയത്തില്ല ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടുമെന്നൊന്നും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി കേവാണ്. മസ്റ്റ് വിസിറ്റ് കേട്ടോ. ഞാൻ വീഡിയോയിലെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇവിടുത്തെ പ്ലേസസ്. കുഞ്ഞു കുഞ്ഞു വീടുകളും മലകളും. ഗൈസ്, വണ്ടി ഞങ്ങൾ എങ്ങനെയൊക്കെയോ പാർക്ക് ചെയ്തു. ഭയങ്കര പാടാണ് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇവിടെ കുത്തനെ കിടക്കും. അത് കയറി വേണം നമ്മൾ ആ കേവിലോട്ട് പോകാൻ വേണ്ടി എന്നാണ് ഇവർ പറയുന്നത്. കയറാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അവർ വരുന്നേ ഉള്ളൂ. പെട്ടെന്ന് വന്നേ. ഇവിടെ ഇത് അവിടെ നിന്ന് കാണിച്ചിരുന്നല്ലേ? എനിക്ക് ഉടുപ്പൊന്നും ഇല്ലായിരുന്നു. ഇവര് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ വാട്ട്? ബൈക്കാരാ? ഗായ്സ്, ഇത് കുത്തനെ കിടക്കുവാണ്. ഇത് കയറി വേണം നമ്മൾ.
ഗായ്സ് ഇങ്ങ് വന്നേ, ഇത് നോക്ക്. നീയേ ഒരു മോൺസ്റ്റർ. മോൺസ്റ്റർ. അയ്യോ അതാരാ സൗണ്ട്? എടാ പനലേ, എടാ ഈ മോൺസ്റ്റർ ആയിരുന്നു ഗയ്സ് ആലോചിച്ചത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടെ ഒന്നും ഇല്ല എന്നാണ്. അതായിരുന്നു ആക്ച്വലി യഥാർത്ഥത്തെ വഴി. പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും വഴി തെറ്റി ഞങ്ങൾ അതുപോലെ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങി വേറെ സ്ഥലത്തോട്ട് ഞങ്ങൾ പിന്നെ കയറിപ്പോയി. പക്ഷേ ഞങ്ങൾ ആ വഴി തന്നെയാണെന്ന് മനസ്സിലാക്കി. കുറച്ച് പേര് ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അപ്പം അവർ ആ വഴി തന്നെ പോയിട്ട് കുറേ വന്നില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ വഴി തന്നെയാണ് പോകേണ്ടത്. ഞങ്ങൾ പിന്നെയും കഷ്ടപ്പെട്ട് ടോർച്ചൊക്കെ ഇട്ടിട്ട് കാണുക. നല്ല ഇരുട്ടായിരുന്നു, ശരിക്കും പേടിയായിപ്പോയി. ഇനി മുന്നിൽ വഴിയുണ്ടോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. എങ്കിലും കയറിപ്പോയവരെ കാണാത്ത സ്ഥിതിക്ക് നമ്മൾ കയറി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കേവ് വീഡിയോ കണ്ടതുപോലെ മനോഹരമാണോ എന്ന് നമുക്കറിയണമല്ലോ. എക്സൈറ്റ്മെൻറ്റ് പുറത്ത് എല്ലാവരും നടന്ന് കയറുന്നുണ്ട്. പക്ഷെ ഭയങ്കര റിസ്ക് ആയിരുന്നു. അകത്തോട്ട് കയറി പോകുന്ന വഴി നല്ല പേടിക്കുന്ന വഴിയായിരുന്നു. ഗൈസ് വളരെ റിസ്ക്കിയാണ് നമ്മുടെ കയറുന്നത്. എല്ലാവരും യുവർ ഓൺ റിസ്കിൽ വരിക. ഹൗ ഐ എം വ്ലോഗിങ്. ഇതല്ലല്ലോ അവള് കാണിച്ചത്. പേടിയാണ്ട് ഇവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ഒരാള്. കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ കിടക്കുവാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇറങ്ങിപ്പോവാൻ. കേവ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ അതൊക്കെ ഇതാക്കിയിട്ട് മമ്മിയും പെടുവും മേളിൽ നിൽക്കുക. പക്ഷെ ഞങ്ങൾ 4 പേരും താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബൂട്ട്സ് പോലുള്ള ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരിക. പെടുവും മമ്മിയും മേളിൽ നിൽക്കുകയാണ്. മമ്മിക്ക് ഇത് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ പെടുവിന് പിന്നെ പേടിയാണ്. അപ്പം നമ്മൾ കേവ് എക്സൈറ്റ്മെൻറ്റ് കാരണം ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും കാണും. ഇത് ഇറങ്ങി ഞങ്ങൾ വന്നതിന് വരുന്നവർ നിങ്ങളുടെ റിസ്കിൽ മാത്രം ഇറങ്ങി വരിക. സേഫ് അല്ല, ഇതൊരു സീക്രട്ട് കേവ് ആണ്. സോ കുഞ്ഞിതിക്കുണ്ടോ? അല്ല, അത് പോലെ എളുപ്പമാ. അത് പറയാൻ ഞാൻ വീഡിയോക്കകത്ത്. That's Toyota RAV4. എടുത്തു. മാറില്ല. Well done. Hi guys. വെർത്തായിരുന്നു. ഞങ്ങൾക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ പാട്ട് പാടാൻ പറ്റി. അത് ലൈക്ക് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും കേവ് ആയിരുന്നുകൊണ്ട് നല്ലായിരുന്നു. എക്കോ ആയിരുന്നു. ആഗ്രഹിച്ച പോലെ ഒരു സംഭവം അവിടെ കിട്ടി നമുക്ക്. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കയറി കണ്ടിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാ. ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ വെർത്തായിരുന്നു. ഓ മൈ ഗോഡ്, ഭയങ്കര ഒരു നല്ല രസമായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയുള്ളവരെല്ലാവരും ഞങ്ങൾക്ക് നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ പറഞ്ഞവർക്ക് ഇഷ്ടമായി, ക്ലാപ്പ് ചെയ്തു. അപ്പം നമുക്ക് കുറച്ചുകൂടി സന്തോഷമായി. അപ്പോൾ നമ്മളിവിടെ ആംബിൾസൈഡിലെ സിറ്റി സെൻറ്ററിൽ വന്നു. ഇവിടെ നല്ല സെയിലുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. So
ക്യൂട്ട്. ഞങ്ങളിപ്പോൾ കെൻഡലിലാണുള്ളത്. നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ലഞ്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ നടക്കുകയാണ് ഇങ്ങനെ. ഹായ് ഗൈസ്, അപ്പം നമുക്കിവിടെ ഒരു ഈറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഒക്കെയായിട്ട് കുറേ ചോയ്സസ് ഉണ്ട്. തന്തൂരി ചിക്കൻ സമൂസ, മീറ്റ് സമൂസ, ഓണിയൻ ബാജി, ചിക്കൻ പക്കോട, വെജ് പക്കോട, ചിക്കൻ ആൻഡ് പക്കോട, മഷ്റൂം, ചിക്കൻ ക്രിസ്പി കബാബ്സ്, മഷ്റൂം റൈസ് നാൻ ആൻഡ് ചിക്കൻ കറീസ് ഉണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. നമ്മൾ ഭയങ്കര ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് എന്ത് വാങ്ങിക്കണം. നമുക്ക് എല്ലാം വാങ്ങിക്കണം ആഗ്രഹമുണ്ട്. ദ ആർട്ട് ഓഫ് ഇന്ത്യൻ ഫുഡ്സ്. ഹലോ, he is still waiting for food. They're ordering now. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വയർക്ക് നിറഞ്ഞു. ഇനി 5 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. നമ്മൾ കാർ പാർക്ക് ചെയ്ത ഇടത്തേക്ക് പോവുക. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. വിറ്റ് നമുക്ക് കഴിക്കാമല്ലോ.